ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഞായറാഴ്ചയാണ്. പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ ചങ്ങാതി ബിനു വിളിക്കുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്നായിരുന്നു. സുനിലിനെ വിളിച്ചു, പ്ലാൻ എയും ബിയും ഒക്കെ റെഡിയാക്കി. ബാക്കി നമ്മുടെ അധോലോകക്കാരെയും കൂട്ടി യാത്ര ആരംഭിച്ചു. ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴറിയുക എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് എല്ലായിടത്തും. നഗരങ്ങളിലും തിരക്ക് പിടിച്ച ജീവിത ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ വല്ലപ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കൂട്ടുകാരെയോ ബന്ധുക്കളെയോ ഒക്കെ കാണാൻ പോകുന്നതും അവിടുത്തെ ജീവിതങ്ങളുടെ ഭാഗമാവുന്നതുമൊക്കെ നല്ല ത്രില്ലിങ്ങാണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയും അത്തരത്തിലുള്ള ഒന്നാണ്. നമ്മുടെ ചങ്ങാതി സുനിലിൻ്റെ വീട്ടിലേക്ക്. വലിയ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ എല്ലാവരും കൂടി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുക, കുറേ ചിരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. സൺഡേ സ്പെഷ്യലായി ചക്കപ്പുഴുക്കും നാടൻ കോഴിക്കറിയും ഉണ്ടാക്കാനാണ് പദ്ധതി. സുനിലിൻ്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ ഒരു കോഴിപ്പൂവനെ രാവിലെ അഴിച്ചുവിടാതെ തടവിലാക്കിയിട്ടുണ്ടെന്നാണ് അറിവ്. മൂത്ത ചക്ക പ്ലാവിലുണ്ട് താനും. ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തോട്ടെ. ഇതൊരു ഫുഡ് ബ്ലോഗായി ആരും കാണരുത്. ഇതിലെ റെസിപ്പി അനുകരിക്കാൻ ആരും ശ്രമിക്കുകയും ചെയ്യരുത്. ഇത് ഞങ്ങൾ സുഹൃത്തുക്കൾ ഒത്തുചേർന്നുള്ള ഒരു ഞായറാഴ്ച കൂട്ടായ്മയുടെ കാഴ്ചകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ സുനിലിൻ്റെ വീട്ടിലേക്ക് എത്താറായി. അപ്പം ഞങ്ങളുടെ ചങ്ക് സുനിൽ, ഞാൻ രാവിലെ ഈ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ കണ്ടിരുന്നു. അപ്പം ചക്ക തിന്നണം ആദ്യം തോന്നിയിട്ട് സുനിലിനെ വിളിച്ചു. മഹേഷിന്റെ പ്രതികാരത്തിലെ ചക്ക ഇടുന്ന സീനാണ്. സൂപ്പർ സീനാണ്. അത് കണ്ടു കഴിഞ്ഞപ്പം ചക്ക തിന്നാന്നുള്ള പൂതി തോന്നിപ്പം ഉണ്ണിയെ വിളിച്ചു പറഞ്ഞു സുനിലിൻ്റെ വീട്ടിൽ പ്ലാവിൽ ചക്ക നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സുനിലിന്റെ വീട്ടിൽ പ്ലാവും അതിൽ മൂത്ത ചക്കയും പ്ലാവിനോട് ചേർന്ന് ഒരു കോഴിക്കൂട് ഉള്ളതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ലക്ഷ്യം വെച്ചാൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് പോവാം, പ്ലാവിന്റെ ചക്ക ഇടാനായിട്ട് പോവാം. Come on boys. റബ്ബീതൊക്കെ കിടപ്പുണ്ടല്ലോ. മൂത്ത ആളാ. അങ്ങനെ സുനിൽ നമുക്ക് ചക്ക താഴെ എത്തിച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി വെട്ടിപ്പിറക്കി അരിഞ്ഞ് പുഴുങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം കോഴിയുടെ പരിപാടി തുടങ്ങാൻ. നാടൻ കോഴിയെ പിടിക്കണം. ബാക്കി പരിപാടികൾ അത് കഴിഞ്ഞ് വേണം ചെയ്യാൻ.
നമ്മളിന്ന് ചക്കപ്പുഴുക്കും കോഴിക്കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈ വിശാലമായ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ്. ഇവിടെ ആകുമ്പം നല്ല കാറ്റും തണലും ഒക്കെ ഉണ്ട്. അത് തന്നെയുമല്ല, സുനിലിൻ്റെ അമ്മ പൊന്നുപോലെ വെച്ചിരിക്കുന്ന അടുക്കള നമ്മളായിട്ട് കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. കുഴപ്പമില്ല, ഒരെണ്ണം എടുത്തട്ടെ. ഇത് മണ്ണെണ്ണ കേട്ടോ, നമ്മുടെ റേഷൻ മണ്ണെണ്ണയാണേ. ഇങ്ങനെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ചക്ക അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളി ഉപ്പും ഒക്കെ ചേർത്ത് അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കാം. മഞ്ഞപ്പൊടി, അല്പം തേങ്ങ ഇങ്ങനെ ഇട്ടു, വെളുത്തുള്ളി എടുത്തു, ചുവന്നുള്ളി എടുത്തു, ചെറുതായിട്ട് ഒത്തിരി നന്നായിട്ടൊന്നും ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. തേങ്ങ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് കുറച്ചിട്ടു. അതിനുശേഷം ബാക്കി ചക്കയും കൂടെ നമ്മൾ തലത്തിലേക്ക് ഇടുകയാണ്. കഥയിൽ ചെറിയൊരു ട്വിസ്റ്റുണ്ട്. നമ്മൾ കോഴിക്കൂട്ടിൽ അടച്ചിട്ടിരുന്ന പൂവൻ കോഴിയെ സുനിലിൻ്റെ അമ്മ അറിയാതെ തുറന്നു വിട്ടു. അപ്പോൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച ബ്രോയിലർ ചിക്കൻ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടികൾ തുടങ്ങാം.
ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പുകൾ ഉഷാറായി നടക്കുകയാണ്. നമ്മുടെ ചക്കപ്പുഴുക്ക് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ജെയ്സൺ ഉപ്പും വേവും ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ പറയുന്നുണ്ട്. ശരിയാണ്, പാത്രം തുറന്നപ്പോൾ നല്ല ടേസ്റ്റി ചക്കപ്പുഴുക്കിൻ്റെ സ്മെല്ലൊക്കെ വരും. അടിപൊളി. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ചക്കപ്പുഴുക്ക് തേക്കിലയിലാണ് കഴിക്കുന്നത്. ചക്കപ്പുഴുക്ക് വിളമ്പുന്നതിനുള്ള തേക്കില സുനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചൂട് ചക്കപ്പുഴുക്ക് തേക്കിൻ്റെ ഇലയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഇല വാടി അതിൻ്റെ ഫ്ലേവറും ഒക്കെ ചേർന്നിട്ട് സംഗതി സൂപ്പറാണ്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളാരും അത്ര പാചക വിദഗ്ധരൊന്നും അല്ലെങ്കിലും ചിക്കൻ കറി വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മസാലയൊക്കെ പിടിച്ച് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് തേക്കലയിലൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. ഒരു വല്ലാത്ത ഫീലാണ് സാധനത്തിൽ. അടുത്ത് പിന്നെ ഇത്തവണ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയൊക്കെ ആയിട്ട് അടിച്ചു കൊടുത്തു. അടുത്തൊരു വരവൂടി പ്രതീക്ഷിക്കാം, വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട്. തമാശകളും കളിയാക്കലുകളുമൊക്കെയായി പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ഒരുമിച്ച് പാചകം ചെയ്ത് കഴിച്ച് ശരിക്കും എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ ഒരു ദിവസമാണ് ഞങ്ങൾക്കിന്ന്. ഇപ്പോൾ സമയം വൈകിട്ട് 5:30 ആയിട്ടുണ്ട്. കുറച്ച് നല്ല ഓർമ്മകൾ കൂടി സമ്പാദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. അല്ലെങ്കിൽ തന്നെ ജീവിതം എന്നാൽ ഇതൊക്കെയല്ലേ, ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ വിടരുന്ന ഒരു പൂവ് പോലെ. അപ്പോൾ മറ്റൊരു കാഴ്ചയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ തിരക്കിനിടയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കേ.